ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ജെയിം അക്കാഡമി. NCLEX RN എക്സാമിൻ്റെ പ്രാക്ടീസ് മെറ്റീരിയൽസ് ഒക്കെ ചെയ്യുമ്പോൾ ഓപ്ഷൻസ് കൺഫ്യൂസിങ് ആകുന്നതിൻ്റെ മറ്റൊരു റീസണാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്, നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. 70 to 100% റൂൾ എന്ന് നമുക്കിതിനെ വിളിക്കാം. കാരണം പലപ്പോഴും ഈ ഒരൊറ്റ റീസൺ കൊണ്ട് സ്റ്റുഡൻസ് റോങ് ആൻസർ സെലക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സോ വീഡിയോയിലേക്ക് കിടക്കാം. സോ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. The nurse is preparing to administer a unit of packed red blood cells to a client. ഒരു nurse packed red blood cells അഡ്മിനിസ്റ്റർ ചെയ്യാനായിട്ട് പ്രിപ്പയർ ചെയ്യാണ്. ഓക്കെ, പ്രിപ്പയറിംഗ് ഫേസ് ആണ് കേട്ടോ, പ്രീ ഫേസ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ഷൻസ് ഷുഡ് ദ nurse ടേക്ക്? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് ആക്ഷനാണ് നേഴ്സ് എടുക്കേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഒന്നാമത്തെ ഓപ്ഷൻ, അസസ് ദ ക്ലയൻസ് റീസെൻറ്റ് യൂറിൻ ഔട്ട്പുട്ട്. റീസെൻ്റ് ആയിട്ടുള്ള യൂറിൻ ഔട്ട്പുട്ട് അസസ് ചെയ്യുക. പ്രൈം എ വൈറ്റ് ട്യൂബിംഗ് ബ്ലഡ് അഡ്മിനിസ്ട്രേഷൻ സെറ്റ് വിത്ത് ലാക്ടേറ്റഡ് റിംഗർ സൊല്യൂഷൻ. വൈറ്റ് ട്യൂബിംഗ് ബ്ലഡ് അഡ്മിനിസ്ട്രേഷൻ സെറ്റ് പ്രൈം ചെയ്യുക. അത് RL വെച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എൻഷുർ ദാറ്റ് ദ ക്ലയൻറ്റ് ഹാസ് എ പെരിഫറൽ വീനസ് ആക്സസ് ഡിവൈസ് ദറ്റ് ഇസ് 24 gauge or larger. Verify with another nurse that the client's room number is on both the blood product label and the client's identification band. ഓക്കെ, ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കാം ഒന്നുകൂടെ. അതായത് നമ്മൾ ഒരു ഓപ്ഷൻ നോക്കുമ്പോൾ പല സിറ്റുവേഷനിലും എല്ലാവരും ഓപ്ഷനില്ലാത്ത ചില വാക്കുകളിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മിസ്റ്റേക്സ് വരുത്തുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ അത് കൂടുതൽ എളുപ്പത്തിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് ഞാൻ ഈ ഒരു 70 to 100% കറക്റ്റ് പറയുന്നത്. ഓക്കെ, അതായത് അസസ് ദ ക്ലയൻസ് റീസെൻറ്റ് യൂറിൻ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് യൂറിൻ ഔട്ട്പുട്ട് റീസെൻ്റ്ലി ആയിട്ടുള്ളത് അസസ് ചെയ്യുക. അത് 100% കറക്റ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് അല്ലേ. നമ്മൾ റെഡ് ബ്ലഡ് സെൽസ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് അത് അസസ് ചെയ്യും. യെസ്, ഇറ്റ്സ് കറക്റ്റ്. നൗ പ്രൈം എ വൈറ്റ് ട്യൂബിംഗ് ബ്ലഡ് അഡ്മിനിസ്ട്രേഷൻ സെറ്റ് വിത്ത് ലാക്ടേറ്റഡ് റിംഗർ സൊല്യൂഷൻ. നൗ വൈറ്റ് ട്യൂബിംഗ് ബ്ലഡ് അഡ്മിനിസ്ട്രേഷൻ സെറ്റ് എന്ന് പറയുന്നത് കറക്റ്റാണ്. PRBC കൊടുക്കുമ്പോൾ നമ്മളതാണ് ചെയ്യുന്നത്. പക്ഷേ റിംഗർ സൊല്യൂഷൻ അല്ല. എന്താണ് ചെയ്യുന്നത്? നമ്മൾ നോർമൽ സലൈനാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ ഒരു പകുതി തെറ്റാണ് അല്ലേ, ഒരു 30% ഈ ഒരു ഓപ്ഷൻ്റെ തെറ്റാണ്. അപ്പോൾ നമുക്കിത് ചൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നൗ എൻഷുർ ദറ്റ് ദ ക്ലയൻറ്റ് ഹാസ് എ പെരിഫറൽ വീനസ് ആക്സസ് ഡിവൈസ് ദറ്റ് ഇസ് 24 gauge or larger. സോ അഗെയിൻ പെരിഫറൽ വീനസ് ആക്സസ് ഡിവൈസ് ഉണ്ടെന്ന് എൻഷുർ ചെയ്യണം. ദാറ്റ് ഇസ് കറക്റ്റ്. ബട്ട് 24 gauge or larger അല്ലല്ലേ, നമ്മളൊരു 18 to 20 അല്ലെങ്കിൽ 22 ആ ഒരു റേഞ്ചാണ് വരുന്നത്. ഇത് 24 gauge or larger ആണ്. അപ്പോൾ ഇവിടെയും ഈ പകുതി പോർഷൻ ഒരു 30% എന്താണ്, റോങ് ആണ്. ഓക്കെ, നോ അടുത്തത്, വെരിഫൈ വിത്ത് അനദർ നേഴ്സ് ദറ്റ് ദ ക്ലയൻസ് റൂം നമ്പർ ഈസ് ഓൺ ബോത്ത് ദ ബ്ലഡ് പ്രൊഡക്റ്റ് ലേബൽ ആൻഡ് ദ ക്ലയൻസ് ഐഡൻറ്റിഫിക്കേഷൻ ബാൻഡ്. നോ എല്ലാം കറക്റ്റ് ആണ്, പക്ഷേ റൂം നമ്പർ അല്ല നമുക്ക് ആവശ്യം അല്ലേ. റൂം നമ്പർ ഇമ്പോർട്ടൻ്റ് ആണോ? അല്ല. ഓക്കെ, സോ എഗെയിൻ അതിൻ്റെ ഒരു പോർഷൻ അല്ലേ, ഒരു 30% റോങ് ആണ്. ഐഡൻറ്റിഫിക്കേഷൻ ബാൻഡിൽ നെയിം ഉണ്ടെന്നും ഒക്കെ നമ്മൾ എന്താണ് മേക്ക് ഷുവർ ചെയ്യണം. പക്ഷേ റൂം നമ്പർ എന്നുള്ളത് റോങ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് അതും 30% റോങ് ആണ്. സോ എന്ത് പറ്റി, നമുക്ക് ഏത് ആൻസർ ആയിട്ട് വരും? 100% കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ കറക്റ്റായിട്ട് വരും. ഓക്കെ, സോ ചില ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും, എല്ലാ സ്റ്റുഡൻസും ചില ഓപ്ഷൻസിലെ ഒരു പെർട്ടിക്കുലർ വാക്കോ വൈറ്റ് ട്യൂബിംഗ് ബ്ലഡ് അഡ്മിനിസ്ട്രേഷൻ സെറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും അതാണല്ലോ, യെസ് കറക്റ്റ്, അതാണ് കറക്റ്റ് എന്ന് വിചാരിക്കും. പെരിഫറൽ വീനസ് ആക്സസ് ഡിവൈസ് എന്ന് പറയുമ്പോൾ എഗെയിൻ യെസ് അതാണ് കറക്റ്റ് എന്ന് വിചാരിക്കും. ക്ലിയർ അല്ലേ? അതുകൊണ്ടാണ് എല്ലാ ഓപ്ഷനിലും ഈ കൺഫ്യൂഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ ഈയിടെയായിട്ടുള്ള വീഡിയോസിലൊക്കെ ഓരോന്ന് എന്തുകൊണ്ടാണ് കൺഫ്യൂഷൻസ് ഓപ്ഷനിൽ വരുന്നതെന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ 2 പാർട്ട് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തു. ഇതിൻ്റെ 3ാമത്തെ ഒരു പാർട്ടായിട്ട് ഇതൊന്ന് കൺസിഡർ ചെയ്താൽ മതി. കാരണം ഇനി നിങ്ങൾ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഓപ്ഷൻസ് വായിക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കുക അത് കംപ്ലീറ്റ്ലി കറക്റ്റ് ആണോ എന്നുള്ളത്. ചില ഓപ്ഷൻസ് നമ്മളെ ട്രിക്കി ആക്കാനായിട്ട്, നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, അപ്പം ഓപ്ഷൻസ് കൺഫ്യൂസിങ് ആകുന്നതിൻ്റെ മറ്റൊരു റീസണാണ് ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇത് ചിലപ്പോൾ മിക്കവർക്കും അറിയാവുന്നതായിരിക്കും, പക്ഷേ വളരെ കുറച്ച് സ്റ്റുഡൻസ് ഇതിലങ്ങനെ ഫോക്കസ് ചെയ്യാറില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത് ഒരു പെർട്ടിക്കുലർ വാക്കിലോ ഒരു ഓപ്ഷൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് കൺഫ്യൂസിങ് ആകുന്ന സ്റ്റുഡൻസിന് ഹെൽപ്ഫുൾ ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു കാര്യം നോട്ട് ചെയ്തിട്ട് ഇനി പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.